hello, namaste. Welcome to 48 Frames Malayalam. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് how to improve your concentration while studying എന്നാണ്. ഞാൻ ഒരുപാട് ഇതുപോലത്തെ ടോപ്പിക്സ് സ്റ്റുഡൻസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. You can just have a look at the playlist. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡിസ്ട്രാക്ഷൻ കുറച്ചിട്ട് പഠിക്കുന്നതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. മെയിൻലി you have to choose the right place to study. എവിടെയാണോ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പം നിങ്ങൾ പ്ലേസ് ഓഫ് സ്റ്റഡി എന്ന് പറയുമ്പം യു ഹാവ് ടു ഹാവ് എ ഡെഡിക്കേറ്റഡ് റൂം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വാട്ട് ഐ എം സേയിങ് ഇസ് ദ പ്ലേസ് ഷുഡ് ബി അവേ ഫ്രം ഡിസ്ട്രാക്ഷൻ. നമുക്ക് എത്രത്തോളം ഡിസ്ട്രാക്ഷൻ കുറയ്ക്കാൻ പറ്റുമോ അതുപോലത്തെ ഒരു പ്ലേസ് വേണം നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട്. മെയിൻലി ബിക്കോസ് നമുക്ക് പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും ഒന്നും എങ്ങും ഇല്ലാത്ത ഡിസ്ട്രാക്ഷൻ വരുന്നത്. ഓക്കെ, സോ ചൂസ് ദ റൈറ്റ് പ്ലേസ് ടു സ്റ്റഡി. സെക്കൻഡ് വന്നിട്ട് നിങ്ങളുടെ ഗാഡ്ജറ്റ്സിന് എല്ലാം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരുപാട് നോട്ടിഫിക്കേഷൻസ്, നമ്മൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ല, ടെക്നോളജി ഡിറ്റോക്സ് ആണെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അറ്റൻഷൻ അതിലോട്ട് കൂടുതൽ പോകുന്നത്. ഒരു മെസ്സേജ് വന്നെന്ന് തോന്നുന്നു. ഏർലിയർ വി യൂസ് ടു കോൾ ദിസ് ആസ് റിങ്സൈറ്റി. എന്താ പറയുക, ഫോൺ അടിച്ചെന്ന് തോന്നുന്നു, ഐ തിങ്ക് ഐ ജസ്റ്റ് ഗോട്ട് എ മെസ്സേജ് എന്ന രീതിയിൽ നമുക്ക് ചിന്തകൾ അങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് അഡ്വൈസ്ഡ് ടു സ്വിച്ച് ഓഫ് ഓൾ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയുള്ള കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് ഫുഡും കഴിക്കണം, വെള്ളം കുടിക്കണം. നന്നായിട്ട് ഫുഡെന്ന് പറയുന്നത് ഐ എം നോട്ട് റെഫറിങ് ടു ഹെവി ഫുഡ്, ഐ എം ടോക്കിംഗ് അബൌട്ട് റിച്ച് ആൻഡ് ഹെൽത്തി ഫുഡ്. റിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ ഗീ അതുപോലത്തെ കാര്യങ്ങളുള്ള ബിരിയാണി അതൊന്നുമല്ല പറയുന്നത്. ബിക്കോസ് വെൻ യു ഹാവ് സച്ച് കൈൻഡ് ഓഫ് റിച്ച് ആൻഡ് ഹെവി ഫുഡ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ യു വിൽ ടെൻഡ് ടു ഫോൾ എ സ്ലീപ്പ്. ബിക്കോസ് നമ്മുടെ മെക്കാനിസം മൊത്തം ആ കഴിച്ച ഫുഡിലോട്ടായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ ഹെൽത്തി ആൻഡ് റിച്ച് എന്ന് പറയുന്നത് ഇപ്പം ലൈക്ക് ഐ ഹാവ് ടോൾഡ് ഏർലിയർ ഓൾസോ, നിങ്ങൾ ഫ്രൂട്ട്സ് കൺസ്യൂമിങ് ഗുഡ് എമൗണ്ട് ഓഫ് ഫ്രൂട്ട്സ് ഈസ് ഓൾവേസ് ഗുഡ്. ഓക്കെ, അപ്പം നിങ്ങൾ ഫ്രൂട്ട്സ് ആയിട്ടും ലൈറ്റായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റായിരിക്കും ഫോളോ ചെയ്തിരിക്കേണ്ടത്. യുവർ സ്റ്റൊമക്ക് ഷുഡ് നോട്ട് ബി ഓവർലോഡഡ് ബട്ട് ഇറ്റ് ഷുഡ് ബി ഇനഫ്. സോ ദാറ്റ് നമ്മൾ തീരെ കഴിച്ചില്ലെങ്കിലും കൂടുതൽ കഴിച്ചാലും യു ക്യാൻ നോട്ട് ഹാവ് ദറ്റ് കോൺസെൻട്രേഷൻ ടു സ്റ്റഡി ബിക്കോസ് ബോഡീൻ്റെ എല്ലാ ഫങ്ഷനിങ് വിൽ ബി ഡൈവേർട്ടഡ് ടുവേർഡ്സ് ദാറ്റ് പെർട്ടിക്കുലർ ആക്ട്. ഓക്കെ, പിന്നെ ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ദ ടൈം ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. പലർക്കും പല സമയമാണ്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ലേറ്റ് നൈറ്റായിരുന്നു പഠിക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത്. പിന്നെ ഒരു സമയത്താണെങ്കിൽ എനിക്ക് ഏർലി മോർണിംഗ് ആയിരുന്നു ഏറ്റവും നല്ലത്. സോ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് ഈസ് എ ബെസ്റ്റ് ടൈം ഫോർ യു ടു സ്റ്റഡി. അപ്പം നമുക്ക് ഈ എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നതിനേക്കാളും മുന്നേ തന്നെ യു ക്യാൻ ഹാവ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. എപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് ദിവസം രാവിലെ എഴുന്നേറ്റ് പഠിക്കാനും കുറച്ച് ദിവസം രാത്രി എഴുന്നേറ്റും പഠിക്കുകയാണെങ്കിൽ യു വിൽ നോ വിച്ച് ഇസ് എ റൈറ്റ് ടൈം ഫോർ യു ടു സ്റ്റഡി. അങ്ങനെ ഒരു റൈറ്റ് ടൈം എന്ന് പറഞ്ഞതില്ല, പക്ഷേ യു ഷുഡ് ഷെഡ്യൂൾ, റൈറ്റ്? നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ ഏതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് എന്നുള്ളത്. സോ യു ക്യാൻ ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ടൈം ഫോർ യു ടു സ്റ്റഡി. അപ്പം നല്ലപോലെ ഉറക്കം അത്യാവശ്യമാണ്. സോ വെനെവർ യു ഡിസൈഡ് ടു സ്റ്റഡി അതിനേക്കാളും മുന്നേ ഒരു 6 to 7 hours ഓഫ് ഗുഡ് സ്ലീപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഉറക്കം കളഞ്ഞിട്ടാണ് പഠിക്കാനിരിക്കുന്നതെന്ന് വെച്ചാൽ ദിസ് കോൺസെൻട്രേഷൻ വിൽ ഡൈവേർട്ട്. എങ്ങനെയാണോ നമ്മൾ ഫുഡ് ഓവറായി കഴിച്ചാലും തീരെ കഴിച്ചില്ലെങ്കിലും ഫങ്ഷൻസ് ഡിസ്റപ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മൾ ഉറങ്ങാണ്ടിരിക്കുമ്പോഴും കൂടുതൽ ഉറങ്ങിയാലും സംഭവിക്കുന്ന കാര്യങ്ങൾ. സോ യു ഷുഡ് ഹാവ് adequate food, adequate sleep. പിന്നെയാണ് എക്സസൈസ് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇത് നമുക്ക് എക്സസൈസ് നമ്മൾ എപ്പോഴും നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്നുമില്ല, മേ ബി സ്പോട്ട് ജോഗിങ് ആണെങ്കിലും ഓക്കെ, ഇഫ് യു വോണ്ട് ടു വാക്ക് അറൗണ്ട് ദ ഹൗസ് ആണെങ്കിലും ഓക്കെ, സംതിങ് വെരി സിമ്പിൾ ടു പെപ്പ് യുവർ സെൽഫ്, ടു സ്റ്റാർട്ട് സംതിങ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. ഇപ്പം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പം എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെയാണ് യു ഓൾസോ ഹാവ് ടു ഇൻക്ലൂഡ്
include certain mental exercises. ഇപ്പം ചിലർക്ക് ചില രീതിയിലുള്ള എക്സസൈസസ് ആയിരിക്കും ഹെൽപ്ഫുൾ ആവുന്നത്. ഒരുപാട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മേ ബി മെഡിറ്റേഷനും കാര്യങ്ങളും ഹെൽപ്പ് ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം വളരെയധികം ലോ എനർജിയിൽ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ ഐ വുഡൻറ്റ് സജസ്റ്റ് മെഡിറ്റേഷൻ ടു ദം. റാദർ, ഓർ ഇഫ് യു ആർ ഡൂയിങ് മെഡിറ്റേഷൻ മേ ബി യു ക്യാൻ ഇൻക്ലൂഡ് മോർ ഓഫ് ആക്റ്റീവ് വിഷ്വലൈസേഷൻ ഇൻ ഇറ്റ്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സർട്ടൻ ഗെയിംസ് ലൈക്ക് നമ്മൾ ക്രോസ് വേർഡ്സ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും കുറച്ച് മെൻ്റൽ സംസ് ഒക്കെ ചെയ്യുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ റിയലി ഗിവ് യു ദാറ്റ് പുഷ് ടു സിറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ് ആൻഡ് സ്റ്റഡി വെൽ. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ജനറലി എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, ടൈം ടേബിൾ എല്ലാം റെഡിയാണ്, ഒന്നും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. സോ ഹൗ ഷുഡ് യു ഡു ഷെഡ്യൂൾ? എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി എ മിക്സ് ഓഫ് സബ്ജക്ട്സ്. ഓക്കെ, ഈസി ഉള്ളതും ടഫ് ഉള്ളതും നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലുള്ളതും തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാക്കേണ്ടത്. സോ എവറി ടൈം യു ക്രിയേറ്റ് എ ഷെഡ്യൂൾ ഫോർ യുവർ സെൽഫ്, നമ്മൾ അതിനുള്ള ചില പോയിൻറ്റ്സ് കൊടുക്കണം. ലൈക്ക് യു നീഡ് ടു അപ്രിഷിയേറ്റ് യുവർ സെൽഫ് പോസ്റ്റ് കംപ്ലീഷൻ ഓഫ് ദാറ്റ് ഷെഡ്യൂൾ. സോ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ചാർട്ടിൽ കുറച്ച് ക്രിയേറ്റീവായിട്ട് വേണം അത് ഉണ്ടാക്കാനായിട്ട്. മേ ബി ഐ വിൽ ട്രൈ ടു ഇൻക്ലൂഡ് സംതിങ് ലൈക്ക് ദാറ്റ് ഇൻ ദ കമ്മിങ് വീഡിയോ, ഓർ മേ ബി എന്തെങ്കിലും ഞാൻ ചെയ്യാൻ നോക്കാം, സം ഇൻസേർട്ട് ഓർ സംതിങ് ഇഫ് ഐ ക്യാൻ ഗിവ്, ഐ വിൽ ട്രൈ ടു ഗിവ് എ സ്മോൾ ഡെമോ ഓഫ് ദാറ്റ്. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഏതൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി, ഏതൊക്കെയാണ് സിലബസ് നിങ്ങൾക്ക് മുന്നേ ഫിനിഷ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം ഇതിന് എനിക്ക് കൂടുതൽ സമയം വേണം, എനിക്ക് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റും കുറച്ച് ഈസിയർ ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നടുവിലോ ലാസ്റ്റിലോ കൂടി ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഫോളോ ദാറ്റ് ഷെഡ്യൂൾ. ഓക്കെ, സോ നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ലോജിക്കലിയും വേണം ഇത് ഡിസൈൻ ചെയ്യാനായിട്ട്. നൗ വാട്ട്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അതിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ സം ഓഫ് യു ഓൾവേസ് ടെൽ ദാറ്റ് എനിക്ക് ഈ ഒരു ബ്രേക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്, ഇല്ലെങ്കിൽ എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെന്നുള്ളത്. സോ അതിന് എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ടിപ്പ് ഐ തിങ്ക് വിച്ച് നമ്മളും ഫോളോ ചെയ്തിട്ടുണ്ടാവും, പലവരും ഫോളോ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ടു ഫോളോ ദ Pomodoro മെത്തേഡ് എന്ന് പറയും. വാട്ട് വി ഡു ഇൻ ദാറ്റ് ഇസ് 25 minutes നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പഠിക്കും, പിന്നെ ഒരു 5 minutes ഗ്യാപ്പ് കൊടുക്കും. ആ 5 minutes ഗ്യാപ്പിൻ്റെ സമയത്ത് യു ക്യാൻ ഡു സ്മോൾ സ്ട്രെച്ചിങ് എക്സസൈസ് ആയിക്കോട്ടെ, ഒരു വാക്ക് എടുക്കട്ടെ, ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് കിച്ചണിൽ പോയി ടോക്ക് ടു യുവർ പേരൻസ്, ഡു സംതിങ് വാട്ട് യു ലൈക്ക് ടു ഡു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 25 minutes നമ്മൾ പഠിക്കാനിരിക്കും. ഇതുപോലെ നമ്മൾ 4 times ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഉള്ള നമ്മുടെ ഷെഡ്യൂളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വീണ്ടും 25 minutes സ്ലോട്ട് ഫോർ സ്റ്റഡീസ്, ആൻഡ് പിന്നെ നമ്മുടെ ബ്രേക്ക് വന്നിട്ട് അതിനെ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 5 minutes ആണ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ 15 minutes 20 minutes അതിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ ഇഫ് യു മേക്ക് യുവർ സ്റ്റഡി ടൈം ഫോർ 25 minutes, 5 minutes ഓഫ് ബ്രേക്ക്, again 25 minutes of study, അങ്ങനെ 4 sections കഴിഞ്ഞതിന് ശേഷം you can do 25 minutes of study, 15 minutes of break, another 25 minutes of study. So ഇതുപോലെ നിങ്ങളുടെ സെക്ഷൻസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ you will be able to concentrate and also stick to your schedule. Okay, so ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. See, when you manage time, this is one of the best tool to manage time effectively. ഇത് കാലകാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നീക്കാണ്. സോ ഡെഫിനറ്റ്ലി ഇതിന് കുറച്ചും കൂടി ക്ലാരിറ്റിയോടെ ഞാനൊരു വേറൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം ഇഫ് യു റിയലി വാണ്ട്. സോ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു സ്റ്റിക്ക് ഓൺ ടു യുവർ ഷെഡ്യൂൾ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് ദ വേ യു കീപ്
നോട്ട്സ് പഠിച്ചതൊക്കെ പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഓർത്ത് വെക്കാൻ പറ്റുന്നത്. സി നമ്മുടെ ഒരു എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് യു ഹാവ് ടു റിമെമ്പർ ആൻഡ് യു ഷുഡ് ഓൾസോ നോ ഹൗ ടു അപ്ലൈ. അപ്പം ഇതിനെ നമുക്ക് ചില ആൾക്കാർക്ക് നമ്മൾ പോയിൻറ്റേഴ്സ് ആക്കിയിട്ട് ചെറിയൊരു നോട്ടിൽ എഴുതി വെക്കുകയാണെങ്കിൽ പലർക്കും നന്നായിട്ട് അത് ഓർത്ത് വെക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് അത് വായിക്കുകയും എഴുതുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് റിമെയിൻ ചെയ്യാറുള്ളൂ. സോ യു ഷുഡ് ഐഡൻറ്റിഫൈ ഹൗ യു വോണ്ട് ടു സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇതിനെ റീറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് യു ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റൈറ്റ് ടെക്നീക്ക് ഫോർ യു. സോ ചില ആൾക്കാർ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, ചില ആൾക്കാർ കുറച്ച് ലൗഡായിട്ടായിരിക്കും വായിക്കുക. ബിക്കോസ് വാട്ട് ഹാപ്പൻസ് ടു ദം ഇസ് അവർ ലൗഡായി വായിക്കുമ്പം അവർ തന്നെ അത് കേൾക്കുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം ദേ ആർ സീയിങ് ഇറ്റ് ഓൾസോ. അത് ചില ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ചില ആൾക്കാർക്ക് വായിച്ച് കഴിഞ്ഞിട്ട് നോട്ട്സ് ഉണ്ടാക്കും, പോയിൻറ്റേഴ്സ് ഉണ്ടാക്കും. അപ്പം എക്സാമിൻ്റെ നെക്സ്റ്റ് ഡേയോ ഇല്ലെങ്കിൽ എപ്പോഴാണോ അത് അത്യാവശ്യമുള്ള ആ പോയിൻറ്റ്സ് നോക്കുമ്പോഴത്തേക്ക് അവർക്കത് ഓർത്ത് എടുക്കാൻ പറ്റും. സോ ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഇൻ വിച്ച് യു ക്യാൻ റീറ്റെയിൻ വാട്ട് യു ഹാവ് സ്റ്റഡീഡ്. സോ അതിൻ്റെ ഒരു മെത്തേഡും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഓൾവേസ് വാട്ട് ഐ വോണ്ട് ടു ടെൽ യു ഓൾ ഇസ് ഈ വിചാരിച്ചൊരു ഷെഡ്യൂൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡു നോട്ട് കോംപ്രമൈസ് ഓൺ യുവർ സ്ലീപ്പ്. എന്തൊക്കെയാണോ നിങ്ങൾ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നെന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. അതിനൊരു ക്ലോഷർ കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ യു പ്ലീസ് ബ്രിങ് ക്ലോഷർ ടു ഇറ്റ്. ഇല്ലെങ്കിൽ ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ അന്ന് രാത്രി തന്നെ യു ഹാവ് ടു കം അപ്പ് വിത്ത് എ പ്ലാൻ ഓർ എൻ ഐഡിയ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പഠിക്കുന്ന സമയത്തായിരിക്കും ഓ ഗോഡ് ഞാനത് വിട്ടുപോയി, ഓ ഗോഡ് എനിക്കത് എഴുതാനുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ എഴുതാനുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആണെങ്കിൽ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നാളത്തെ ഷെഡ്യൂളിൽ എവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് യു ക്യാൻ അലൊക്കേറ്റ് ദ ടൈം ഫോർ ഇറ്റ്. ഓക്കെ, സോ ഇതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലോട്ട്. നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് കൂടുതലും വരുന്നത് വെൻ യു ഡിസൈഡ് ടു സ്റ്റഡി. സോ നമുക്ക് രണ്ട് വേ ഉള്ളൂ. ഒന്ന് ഈ ഡിസ്ട്രാക്ഷനിലോട്ട് കംപ്ലീറ്റ്ലി നമ്മൾ പോവുക, ഇല്ലെങ്കിൽ ആ ഡിസ്ട്രാക്ഷനെ നമ്മൾ ഓവർകം ചെയ്തിട്ട് പഠിത്തത്തിലോട്ട് പോവുക. സോ വെൻ യു ഡിസൈഡ് ഓൺ എ ഷെഡ്യൂൾ ഈ സെക്കൻഡ് വൺ ആയിരിക്കും നിങ്ങൾ ഫോളോ ചെയ്യാൻ പോണത്. സോ വാട്ട് എവർ ഇസ് ഡിസ്ട്രാക്റ്റിംഗ് യു ടേക്സ് ദ ഹൈൻഡ് ആൻഡ് യു ഫോളോ your schedule, you follow what you want to finish. So നിങ്ങൾക്കൊരു പ്രോപ്പർലി സെറ്റ് ഗോൾ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ലാസ്റ്റ് ആൻഡ് റിമെയിൻ ഫോർ എ ലോങ്ങർ ടൈം. യു ആർ ഏബിൾ ടു എക്സിക്യൂട്ട് ആൻഡ് ഫോളോ ദി ഷെഡ്യൂൾ. സോ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ കോൺസെൻട്രേറ്റ്. നോട്ട് ജസ്റ്റ് കോൺസെൻട്രേറ്റ്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമിൻ്റെ റിക്വയർമെൻറ്റും കൂടി ആയതുകൊണ്ട് യു വിൽ ഓൾസോ ബി ഏബിൾ ടു റീറ്റെയിൻ വാട്ട് യു ഹവ് സ്റ്റഡീഡ് ആൻഡ് അഗെയിൻ റീക്രിയേറ്റ് ഇറ്റ് whenever it is required. So ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് ഇൻറ്ററാക്ഷൻ. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണമെന്ന് വെച്ചാൽ പ്ലീസ് ടു കോമെൻറ്റ് ഇൻ ദ കോമെൻറ്റ് സെക്ഷൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ് ആൻഡ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു ദ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.